ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരോട്ട് റീഡിംഗ് സ്കോർപിയോ വൃശ്ചിക രാശിക്കാരുടെ കറന്റ് ലവ് എനർജി എന്താണ്? സ്നേഹം, ദേഷ്യം, ഹാപ്പിനെസ് എല്ലാം തന്നെ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കാണുന്ന ആളുകളാണ് സ്കോർപിയോസ്. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ 100% ലോയൽറ്റിയോടുകൂടി നിൽക്കുന്ന സ്കോർപിയോസ്. പക്ഷേ ട്രസ്റ്റൊക്കെ ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നീട് ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കോർപിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഒരു ഡീപ്പ് ഇമോഷണൽ ലവിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി. ഇമോഷണലി വളരെ സെൻസിറ്റീവായ കമ്പാഷനേറ്റ് എനർജിയാണത്. ലവിൽ ഒരു ഹേർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ. ഇതിൽ ചില ആളുകൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ലവ് ഫീലിംഗിൽ നിൽക്കുന്നു. അതായത് ഇഷ്ടം ഒരുപാടുണ്ട്, പക്ഷെ തുറന്നു പറയാൻ ഉള്ള ഒരു ഭയം. 2 ഓഫ് പെന്റക്കിൾസ് ഒരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ബാലൻസ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി. 2 കാര്യങ്ങൾ ഒരുപോലെ ബാലൻസ് ചെയ്യാനുള്ള ശ്രമം. ലവ് വേഴ്സസ് റെസ്പോൺസിബിലിറ്റി സിറ്റുവേഷൻ. നിങ്ങളിൽ ചിലർക്ക് ഒരു ലവ് റെസ്പോൺസിബിലിറ്റി, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ചിലർക്ക് ഇതൊരു 2 ഓപ്ഷൻ, അതിനായി ടൈം അല്ലെങ്കിൽ അറ്റൻഷനൊക്കെ ഡിവൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെന്റ് എനർജിയെ സൂചിപ്പിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനർജി. കെയർ, ലോയൽറ്റി, ലോങ് ടേം സ്റ്റെബിലിറ്റിയൊക്കെ സൂചിപ്പിക്കുന്ന ബന്ധം. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു. വാക്കും പ്രവൃത്തിയും എല്ലാം തുല്യമാകുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങളിൽ ഒരാൾ ശരിക്കും ഒരു കമ്മിറ്റ്മെന്റ് ഓറിയന്റഡ് ആണ്. റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ ആക്കാനുള്ള ശ്രമത്തിൽ നിൽക്കുന്നു എന്ന് കാണിക്കുന്നു. 6 ഓഫ് പെന്റക്കിൾസ് ഒരു ഗിവ് ആൻഡ് ടേക്ക് എനർജിയാണ്. ഈക്വൽ എഫേർട്ട്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു മ്യൂച്വൽ സപ്പോർട്ട്, അതുപോലെ തന്നെ ഹെൽപ്പ്, അണ്ടർസ്റ്റാൻഡിങ്. നേരത്തെയൊക്കെ നിങ്ങളുടെ ബന്ധത്തിലൊരു ഇംബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കുറേയേറെ ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്കൊരു ബാലൻസ് വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാർഡാണിത്. ഓവറോൾ റീഡിംഗ് എനർജി നോക്കുമ്പോൾ സ്ട്രോങ് ഇമോഷൻസ് ഉണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. കമ്മിറ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ പക്ഷേ ലിറ്റിൽ കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജഗ്ലിംഗ് സിറ്റുവേഷൻ ചിലർക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. സ്കോർപിയോസ്, നിങ്ങളുടെ പാർട്ണറിൽ ചിലർ ഒരു ജെന്യൂൻ ഫീലിംഗ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ കാരണം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് കാരണം സ്ലോ മൂവിലാണ്. ഫൈനലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ബാലൻസിലേക്ക് പോകാനുള്ള ഒരു ചാൻസസ്. ഹിഡൻ മെസ്സേജ് നോക്കുമ്പോൾ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പാർട്ണർ എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 2 to 3 വീക്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുക. അല്ലാത്തവ ദ സുപ്രീം പവർ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. എൻ്റെ ദിവസേനയുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്യുക. ഡെയിലി ഡിവൈൻ ടാരോട്ട് ഗൈഡൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്.